ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു മേക്കപ്പ് ലുക്ക്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. എല്ലാവരുടെ കയ്യിലും കുറേ പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ? മേക്കപ്പ് ചെയ്യേണ്ട മിക്കവാറും അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്തവരായിരിക്കും മേക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. നോർമലി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളി മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പല രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ആ ടിപ്സൊക്കെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ലുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്, ഇൻട്രോ എടുക്കുന്ന ലാസ്റ്റാണ്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ. നമ്മൾ ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്യും, എന്നാലും ഒരു ഓണാശംസ ഇരിക്കട്ടെ. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയ കോലം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. എൻ്റെ കയ്യിൽ നിവിയയുടെ മോയ്സ്ചറൈസറാണ് ഉള്ളത്, അലോവേരയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസറാണോ ഉള്ളത് അത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്യണം. നമുക്ക് മുഖത്തിടുന്ന എല്ലാ മേക്കപ്പും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. എന്നാലും മാത്രമേ നമ്മുടെ കഴുത്തും കൂടെ അതേ സെയിം കളറായിട്ട് മാറുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫൗണ്ടേഷനൊന്നും ഉണ്ടാവണമെന്നില്ല. എൻ്റെ കയ്യിലുള്ളത് കളർ ബാറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ഇത് കുറേ നാൾ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് ഇപ്പോഴും ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത്. മാറി മാറി പരീക്ഷിക്കലൊന്നുമില്ല. അങ്ങനെ മേക്കപ്പ് ചെയ്യൽ തന്നെ കുറവല്ല. അത് ആ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ മാത്രമേ മേക്കപ്പൊക്കെ ചെയ്യലുള്ളൂ. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഖത്ത് നന്നായിട്ട്. അധികം ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കില്ല കേട്ടോ. അധികം ഇതിനെ പറ്റിയിട്ട് എനിക്ക് അറിവുമില്ല. സിമ്പിളായിട്ട് മേക്കപ്പ് നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവരൊന്നും ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. അവർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ അറിയായിരിക്കും. ഞാൻ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നെക്കാളും അറിയാത്തവരുണ്ടാവില്ലേ കുറച്ച് പേരൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. മുഖത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്കതാണ് ഇഷ്ടം. ബ്രഷൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ കളറൊന്ന് ഈവൺ ആക്കാൻ വേണ്ടിയിട്ട് ഫേസിലും അതുപോലെ തന്നെ നെറ്റിയിലും മൂക്കിലും അതുപോലെ തന്നെ കഴുത്തിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെക്കിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. മുഖത്തുള്ള അതേ കളർ തന്നെ നെക്കിലും വരണം. അപ്പോൾ അടുത്തതായിട്ട് നോർമലി ഇടേണ്ടത് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കോമ്പാക്ട് പൗഡർ ഉണ്ടാവണമെന്നൊന്നുമില്ല അല്ലേ? അതുകൊണ്ട് ഒരു നോർമൽ പൗഡർ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതിങ്ങനെ ഇട്ടാൽ അങ്ങനെ ശരിയാവുമോ എന്നൊന്നും ചോദിക്കുന്നവരോടൊന്നും പറയാനില്ല. എൻ്റെ കയ്യിലുള്ളത് അതാണ്. എല്ലാവരുടെ കയ്യിലും കോമ്പാക്ട് പൗഡറൊന്നും വാങ്ങിക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ പൗഡർ തന്നെ അപ്ലൈ ചെയ്തു. യാർഡ്ലിയുടെ പൗഡറാണ് ഞാൻ മുന്നേയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതാണ് ഉപയോഗിക്കൽ. അത് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട പാർട്ടിലൊക്കെ ആ പൗഡർ കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ ഫേസിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലും ഒക്കെ അത് പൗഡറും കൂടെ അപ്ലൈ ചെയ്തു. അതുപോലെ ഞാൻ പൗഡർ കണ്ണിൻ്റെ താഴെ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കൺമഷിയൊക്കെ നന്നായി തിക്കായിട്ട് ഇടുമ്പോൾ അതൊന്ന് സ്മഡ്ജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ താഴെ കൂടെ പൗഡർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് കളേഴ്സൊക്കെ നമുക്ക് വാരി എടുത്ത് വിതറി കണ്ണിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഇപ്പോൾ കാണിച്ചില്ലേ, ഇതാ ഈ ഒരു കളറാണ് എടുത്തത്. അത് നമുക്ക് ആദ്യം ഫുള്ളായിട്ട് ഐലിഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ വളരെ ലൈറ്റ് കളറാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കളർ കൂടെ അതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഇതാ ഈ ഒരു കളർ, ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉള്ള ഒരു കളറാണ്. ഇതാ ഗ്ലിറ്റേഴ്സൊക്കെ വരുന്ന ഒരു 2-3 ടൈപ്പ് കളർ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഐ ഷാഡോ പാലറ്റ് ഞാൻ കുറച്ച് നാൾ മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ലിങ്ക് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞു. എനിക്കിങ്ങനെ ഡാർക്കായിട്ട് ഇടുന്നത് ഇഷ്ടമല്ല. ചിലവരിപ്പം സാരിക്കൊക്കെ മാച്ച് ചെയ്തിട്ട് ബ്ലൂവും ഗ്രീനൊക്കെ ഐ ഷാഡോ ആയിട്ട് ഇടില്ലേ. അത് നല്ലോണം മേക്കപ്പ് ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ അടിപൊളിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കെന്തോ ഇടാൻ വേണ്ടിയിട്ട് അത്ര ഇഷ്ടമല്ല. അത് ഇട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഹാർഡായിട്ടുള്ള കളേഴ്സൊന്നും ഇടില്ല. ഇങ്ങനെ ലൈറ്റ് കളേഴ്സ് മാത്രമേ അഥവാ ഇടുന്നുണ്ടെങ്കിൽ ഇടാറുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഒരു 3 കളേഴ്സ് വെച്ചിട്ട് ഐ ഷാഡോ ഇട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഐ മേക്കപ്പ് കണ്ടിന്യൂ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ആദ്യമായിട്ട് ലാക്മി ഐക്കോണിക് കാജൽ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ഭാഗത്തായിട്ട് നന്നായിട്ട്, ഞാൻ നല്ല തിക്കായിട്ട് കൺമഷി ഇടാറുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ താഴെ ചെയ്ത പോലെ തന്നെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും
അതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്ര തിക്കായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഐലൈനർ ഇടുന്നുണ്ട് മുകൾ ഭാഗത്ത്, അതുകൊണ്ട് അത്ര തിക്കാവണമെന്നില്ല മുകളിൽ. അവിടെ നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിലവർ നല്ല ഡാർക്കായിട്ട് മുകളിലും അതുപോലെ എഴുതുന്ന കാണാം, പക്ഷെ എനിക്ക് അങ്ങനെ ആവില്ല, കണ്ണിങ്ങനെ അടച്ചു പോവും. അതുകൊണ്ട് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തു. നമ്മൾ ഐലൈനർ ഇടുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഈ കാജൽ കൊണ്ട് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഐലൈനർ ഇടുമ്പോൾ കുറച്ചും കൂടി എനിക്കൊന്ന് കാണുമ്പോൾ ഭംഗി തോന്നാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു ഈ കാജൽ വെച്ചിട്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഐലൈനറും ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് കണ്ണിൻ്റെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൺമഷിയും, എസ്പെഷ്യലി കൺമഷിയും അതുപോലെ തന്നെ ഐലൈനറും അത് തന്നെയാണ് മെയിനായിട്ട് എപ്പോഴും ചെയ്യാറുള്ളത്. ഈ ഐ ഷാഡോ ഒക്കെ ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ താഴെയും ഐലൈനർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് കൺമഷി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീണ്ടും ഇടുന്നില്ല. ആ കോർണർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺമഷിയും ഐലൈനറും തമ്മിൽ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ആ കോർണറിൽ മാത്രം ഒന്ന് ഐലൈനർ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്ക് പറയാൻ പോവുകയാണേ. സാധാരണ മസ്കാര ഇട്ടിട്ടില്ല നമ്മൾ കൺപീലിയിൽ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ മസ്കാര ഇല്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഐലൈനർ തന്നെ പീലിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ മുകളിലേക്കായിട്ട് ഇത് ഐലൈനർ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കൺപീലി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഒന്നുകിൽ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ചിട്ട് ചെയ്താലും മതി. ഈ ബ്രഷിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. ഇതൊരു സെറ്റായിട്ട് ഒരു 10-12 ബ്രഷ് ഒരുമിച്ച് വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന്. പൈസ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 100 രൂപയിൽ താഴെ എങ്ങാണ്ടേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ബ്രഷിനും കൂടെ ഒരു 10-12 ബ്രഷ് ഉണ്ടായിരുന്നു. അതങ്ങനെ വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഇനി നമുക്ക് ഐബ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഐബ്രോ ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട് കുറേ ആയി. ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ജനുവരിയിലാണ്. അപ്പോൾ ഇതിപ്പോൾ സെപ്റ്റംബറൊക്കെ ആവാനായില്ലേ. അപ്പോൾ കുറേ കാലമായി ചെയ്തിട്ട് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ശരിയൊന്നുമില്ല. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് പ്ലക്കർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റായിട്ടൊന്നുമില്ല. അതൊന്ന് നമുക്ക് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അതിന് ഷേപ്പൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐബ്രോ പെൻസിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ലാക്മിയുടെ നമ്മുടെ കാജൽ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ ആ ഷേപ്പും ഒന്ന് ജസ്റ്റ് ഐബ്രോ പെൻസിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കാജൽ കൊണ്ട് തന്നെ വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതാ ഈ ബ്രഷും നേരത്തെ പറഞ്ഞ ആ ബ്രഷിൻ്റെ കൂടെ കിട്ടിയതാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ ഐബ്രോസൊക്കെ നേരെ നിന്നോളും. ഇതാ ഇപ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് കൂടിയിട്ടില്ലേ, ബ്ലാക്ക് കളർ കൂടിയിട്ട് ആ ഒരു ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഐബ്രോസും സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. നിവ്യയുടെ ലിപ് ബാമാണ്. അത് ഞാൻ ഒന്ന് ബേസായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ലിപ്പിൽ ചില ലിപ്സ്റ്റിക്കൊക്കെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തൊലി പറഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നു. ഞാൻ ഈ ലിപ്സ്റ്റിക്ക് സ്മിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഞാൻ വെറൈറ്റി കളേഴ്സൊന്നും യൂസ് ചെയ്യലില്ല. പിങ്കും റെഡും മെറൂണ് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇല്ലേ, അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് ഒരു പൊട്ടും കൂടെ വേണം അല്ലേ. അവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വലുതായിട്ടുള്ള ഒരു ബ്ലൂ കളറിലുള്ള റൗണ്ടിൽ ഉള്ള പൊട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ സെറ്റ് സാരിയുടെ ബ്ലൗസ് ബ്ലൂ കളറിലാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ബ്ലൂ കളർ പൊട്ട് വെച്ചു. സെറ്റ് സാരിയുടെ കൂടെ കുറച്ച് വട്ട പൊട്ട്, കുറച്ച് വലിയ പൊട്ട് വെക്കുന്നത് ഭംഗി ഉണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. സാരീൻ്റെ കൂടെ മിക്കവാറും കുറച്ച് വലിയ പൊട്ടാണ് വെക്കാറുള്ളത്. അത് വെച്ചിട്ടുണ്ട്. പിന്നെ സിന്ദൂരം കൂടെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഹെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം തന്നെ ഹെയർ ഞാൻ നന്നായിട്ടൊന്ന് ചീകി വെക്കുന്നുണ്ട്. മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഹെയർ സ്റ്റൈല് നല്ല ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. കിട്ടിയതക്കത്തിന് വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ്. നിച്ചൂട്ടി നല്ല ഉറക്കമുണ്ട്, തൊട്ടിൽ ആ റൂമിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതുകൊണ്ട് ഓടി വന്നിട്ട് വേഗം എടുത്തതാണ്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം വിട്ടുപോയി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുല്ലപ്പൂ. ട്രഡീഷണൽ ലുക്കിൽ മെയിനായിട്ട് വരുന്നത് മുല്ലപ്പൂ അല്ലേ. അപ്പോൾ മുല്ലപ്പൂ കൂടി ഉണ്ടെങ്കിൽ ഈ ലുക്ക് കംപ്ലീറ്റ് ആവുമെന്ന് പിന്നെയാണ് തോന്നിയത്. അപ്പോൾ മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. നമുക്ക് ഇപ്പം പറയാൻ പറ്റുന്നില്ല ഏത് സമയത്ത് എടുക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് എല്ലാ ദിവസവും വാങ്ങി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തതാണ്. പിന്നെ മുല്ലപ്പൂ പോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചുമില്ല.
അപ്പോൾ ഞാനിങ്ങനെ മിഡിലിലൂടെ വകുപ്പെടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ആക്കിയിട്ടുണ്ട്. എന്നിട്ട് രണ്ട് പോർഷനും കുറച്ച് മുടി ഇതാ ഇങ്ങനെ എടുക്കുക, കുറച്ച് മുകളിലേക്കായിട്ട് എടുക്കുക, കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ എടുക്കുക. എനിക്കിപ്പോൾ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് മുടിയുടെ. അപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കുറച്ച്. എന്നിട്ടത് കുറച്ച് പിറകിലേക്ക് വെച്ച് കൊടുക്കാനാണ്. അതിന് മുന്നേ ഞാൻ കുറച്ചൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബാക്ക് കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ മുടി നന്നായിട്ട് പൊട്ടിപ്പോവും, അതുകൊണ്ട് അധികം ചെയ്തിട്ടില്ല. കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ക് കോംബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മുന്നിലേക്ക് പുഷ് ചെയ്യുമ്പം കുറച്ചൊരു പഫ് പോലെ നിൽക്കും. കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മുടി ബാക്കിൽ ചുരുട്ടി കൊടുത്തിട്ട് ഒന്ന് മുമ്പിലേക്ക് തള്ളിക്കൊടുത്തു. അതിനുശേഷം ബാക്കിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ട് അത് സെക്യൂർ ചെയ്തു. ഇതേ മെത്തേഡ് മറ്റേ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡിലും കുറച്ചൊരു ചെറിയ പഫ് നിൽക്കുന്ന പോലെ തോന്നും. നല്ല കട്ടിയുള്ള മുടിയുള്ളവർക്ക് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ മുടി ഇങ്ങനെ കോല് മുടിയായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതാ രണ്ട് സൈഡിലും ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചുരുള മുടിയുള്ളവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്, അധികം ഹെവി ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിതൊരു സിമ്പിൾ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞു സംഭവം. ഇത്രയേ ഉള്ളൂ. ശരിക്കും സിമ്പിളായിട്ടല്ലേ, കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സാരി ഉടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അധികം കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ചെയ്തു എന്ന് മാത്രം. ഒരു ചന്ദനക്കുറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നാലേ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ കുറവുണ്ട്. മുല്ലപ്പൂ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മുല്ലപ്പൂ ഇല്ല, അത് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. മുല്ലപ്പൂ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ബാക്കി ഔട്ട്ഫിറ്റൊക്കെ പഴയത് തന്നെയാണ്. സാരി പഴയത് കയ്യിലുണ്ടായതാണ്, കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ബ്ലൗസും മുന്നേ അടിച്ചിട്ടുണ്ടായ ഒരു ബ്ലൗസാണ്. കമ്മലും വളയൊക്കെ എൻ്റെ കല്യാണത്തിൻ്റെയാണ്. മാല മുന്നേയും ഒരു മീഷോ ഹാളിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ്. അത്രയേ ഉള്ളൂ മൊത്തം ഔട്ട്ഫിറ്റിൻ്റെ കാര്യം പറയാൻ. സിമ്പിളായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്, അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും. അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ. നമുക്ക് ഓണത്തിൻ്റെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഇനിയുള്ള വീഡിയോസിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.